കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. സ്ഥിരീകരണം പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിൽ. കുട്ടിയുടെ നില ഗുരുതരം. പ്രഭവ കേന്ദ്രം മലപ്പുറം പാണ്ടിക്കാട്. ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. കർണാടകയിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. റഡാറിൽ ലഭിച്ച സിഗ്നൽ വാഹനഭാഗത്തിന്റേതെന്ന് സൂചന. സൈന്യത്തെ ഇറക്കണമെന്ന് അർജുന്റെ കുടുംബം. രക്ഷാപ്രവർത്തന മേഖലയിലെത്തിയ ലോറി ഉടമ മനാഫിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ആശങ്ക. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. വടക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി മുന്നറിയിപ്പ്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 3 കുട്ടികളെ രക്ഷപ്പെടുത്തി. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഫലം. നടപടി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പുതിയ പരിശീലകൻ. സ്പാനിഷ് കോച്ച് മനോലോ മാർക്കസ് ചുമതലയേറ്റു. നിയമനം ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കിയതിന് പിന്നാലെ.